DC ബുക്സിന് എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമെന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ എന്താ അവകാശം? ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? എന്ത് കരാറ്? ഞാൻ പറയട്ടെ, ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ല. അതിൻ്റെ ആകെ വന്നതിന് ശേഷമുള്ള വായന നടന്നു കഴിഞ്ഞിട്ടില്ല. അതിൽ പല തെറ്റുകളോ തിരുത്തലുകളോ വേണമെന്ന് പോലും നോക്കിയിട്ടില്ല. ഞാനൊക്കെ എടുത്ത് കണ്ടു. ഞാനെടുത്ത് കാണുന്നത് ഞാൻ എവിടുന്ന് കാണാൻ? ഈ നിങ്ങൾ ഇന്നലെ ചാനലിൽ പ്രക്ഷേപണം നടത്തിയ എല്ലാ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വായിച്ചാലേ പറയാൻ പറ്റൂ. എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. എങ്ങനെ വന്നു? അങ്ങനെയാണെങ്കിൽ ഈ അങ്ങയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് പ്രസാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നാണ് പറയുന്നത്. പ്രസാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് DC ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് ഹാൻഡിലും ഒക്കെ എടുത്തിട്ട് അത് ജയരാജനെ ടാഗ് ചെയ്തിട്ടുണ്ട്. ജയരാജന്റെ പേരിനോടുകൂടി ആ പേജിനോടുകൂടി ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജയരാജൻ അറിഞ്ഞിട്ടില്ല. അയ്യോ, ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കൊടുത്താലും ഞാൻ ഉത്തരവാദി. ഞാനെവിടെ നിന്ന് അറിയുന്നത്? ഞാൻ ഇന്ന് അറിയുന്നത് ഇന്നലെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് എനിക്കൊരു പരിപാടിക്ക് പോകണം. ഇറങ്ങി നോക്കുമ്പോൾ ടെലിവിഷൻ ചാനൽ വെച്ചപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോഴ് തന്നെ ഞാൻ വിളിച്ചു DC ബുക്കിൻ്റെ ആളെ. ഇങ്ങനെ നിങ്ങളുടെ കൊടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാർത്ത കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആൾ ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശത്താണ്. ഞാൻ അയാളോട് അടിയന്തരമായി വിളിക്കാൻ പറ. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു സ്ത്രീ പിന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല സാർ. DC ബുക്സിൻ്റെ ആൾ തന്നെ വിളിച്ചു എന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ. അയാൾ വിദേശത്താണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പരിശോധിക്കാം, അത് കോട്ടയത്ത് നിന്നായിരിക്കും. പിന്നെ പരിശോധിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുക്കാത്ത കാര്യം ഞാനതിലാ ചോദിക്കേണ്ട കാര്യം. എന്ത് കാര്യത്തിന്? എൻ്റെ ഞാൻ കരാർ കൊടുക്കാത്ത ഞാൻ അയാളോട് ചോദിക്കണോ? അതിനല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ അയാളോട് നിങ്ങൾ കരാർ എന്തിനോട് ചോദിക്കണം? അതുകൊണ്ടല്ലേ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചത്. എഴുതാൻ കൊടുത്ത ആളുകളോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെങ്ങനെയാണ് നിങ്ങളെ വിധം ഇങ്ങനെ ചോർത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഗം നോക്കിയിട്ടുണ്ട്, അവരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ സാധാരണഗതിയിൽ വിശ്വസിക്കാവുന്ന ആളാണ്, പത്രപ്രവർത്തകരാണ്. ഇന്നവർ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് അദ്ദേഹത്തോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എഴുതി കൊടുത്ത അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളതിൽ നിന്ന് ഇത് മോഷണം പോയിട്ടുണ്ടോ, ഇത് എങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ആളുകൾ സൂത്രത്തിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇല്ല, അദ്ദേഹം പുറത്തൊരു സ്ഥലത്ത് പോയതാണ്. 2 ദിവസം കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോഴേക്ക് അദ്ദേഹം വന്ന് ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പരിശോധിച്ച് കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ പറയും. കോൺഗ്രസിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. നിങ്ങൾ ഞാൻ അത് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. മിനിഞ്ഞാന്ന് പിന്നെ ഇവിടെ ഒരു കുഴൽപ്പണം പിടിച്ചില്ലേ? എന്ത് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം. ആ വാർത്ത എങ്ങനെയാണ് 24 മാതൃഭൂമി കൊടുത്തത്? എങ്ങനെയാണ് എന്താ കൊടുത്തത് നിങ്ങൾ കണ്ടോ? എൻ്റെ പേരിലെ അച്ചടിച്ച് വന്നത്. അത് അനിൽ അക്കരയുടെ ആരോപണം ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കുമോ? അനിൽ അക്കരയോട് എന്താ തെളിവുള്ളത് ചോദിച്ചോ? അല്ല, അനിൽ അക്കരയോട് ചോദിച്ചോ? അനിൽ അക്കരയുടെ ആരോപണം അയാൾ പറയുമ്പോൾ നിങ്ങൾ കൊടുത്തു. പിന്നെ നിങ്ങൾ അടിച്ചു കൊടുത്തില്ലേ? P ജയരാജനാണ് എന്താ അയാൾ പിന്നെ സാജെന്നോ അയാളെ അയച്ചതെന്ന്? എത്ര തെറ്റായ വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്?